കണ്ണൂരിൽ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ യുവാവിനെ പിടികൂടി. ഹോസ്റ്റൽ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്റ്റലിൽ ഇത്തരത്തിൽ അതിക്രമിച്ചു കയറി അവിടെ ബലാത്സംഗമായിരുന്നു നടന്നത്. ഇവിടെ കണ്ണൂരിൽ അതിക്രമിച്ചു കയറിയപ്പോൾ തന്നെ നാട്ടുകാർ പിടികൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത്തരം നിയന്ത്രണങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഹോസ്റ്റലിനകത്തേക്ക് അതിക്രമിച്ച് കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഈ പറയുന്ന ഹോസ്റ്റലിനകത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള ശ്രമം നടത്തിയത്. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഈ ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഇയാളെ പിടികൂടുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചതിന് ശേഷം പോലീസ് അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഉൾപ്പെടെ മർദ്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉൾപ്പെടെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ഈ യുവാവിന്റെ ശ്രമം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനിടയിലാണ് ഇയാളും അതുപോലെ തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഒക്കെ അവിടത്തേക്ക് എത്തുകയും അതിനുശേഷം ഇയാളെ പിടികൂടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും മദ്യലഹരിയിൽ തന്നെയാണ് ഈ ആളുള്ളത്, പിടികൂടിയ ആളുള്ളത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നത്. കണ്ണൂർ നഗരത്തിൽ തന്നെയാണ്. ഈ പറയുന്ന വ്യക്തി, ഈ പിടികൂടിയ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തി ആരാണ്, അദ്ദേഹം എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇയാളിപ്പോൾ കണ്ണൂർ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വൈദ്യപരിശോധന ഉൾപ്പെടെ ചെയ്തതിന് ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചൈതന്യ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ യുവാവ് വെളിപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അർജുൻ? അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഈ പ്രതിയെ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ, പ്രധാനമായും ഇയാൾ മദ്യലഹരിയിലാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന, അന്വേഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം അത്രയേറെ മദ്യലഹരിയിലാണ് ഈ യുവാവ് ഉള്ളത്. പറയുന്നതിനൊക്കെ കുറെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മറുപടിയാണ് ഇദ്ദേഹം നൽകുന്നത്. സ്ഥലം എവിടെയാണ്, പേരെന്താണ്, വീട് ഏതാണ് എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി വിവരങ്ങൾ തിരക്കിയപ്പോൾ തന്നെ അതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള മറുപടികളാണ് ഇയാൾ നൽകുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷം ഒരുപക്ഷെ നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ശരി, വ്യക്തമാണ്. അർജുൻ കല്യാട്, കണ്ണൂർ ലേഡീസ് ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള യുവാവിനെ, അതും മദ്യലഹരിയിലായിരുന്ന യുവാവിനെ നാട്ടുകാരും ഹോസ്റ്റൽ ജീവനക്കാരും അടക്കം ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറിയിട്ടുള്ളത്.